പലതരം വെളുപ്പിക്കലപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിജിലി മോണ്ടല്ലേ നമ്മളെ ഇന്നലത്തെ ഓന്റെ പെങ്ങളും വന്നിട്ടുണ്ട്. ഓന്റെ പെങ്ങൾക്ക് എന്താ പറയാ എന്നെ കുറവ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് കിട്ടൂലെന്നറിയാം. ഞങ്ങളുടെ LDF-ന്റെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ നല്ല തന്റേടം ഉണ്ട്, ധൈര്യമുണ്ട്. പറയണ്ട, അതുങ്ങൾ കൊണ്ടിത്തരും, തെണ്ടിയിട്ടാണെങ്കിലും കൊണ്ടിത്തരും അതുങ്ങൾ. ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് MLA വന്നു. അപ്പൊ ഒരു നൈറ്റി മേശപ്പുറത്ത് ഇട്ടേക്കുക. പിന്നെ കിടക്കാനായിട്ട് തുടങ്ങിയപ്പോ ഈ കുറെ ആൾക്കാർ വന്നപ്പോ ഈ നൈറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കിടക്കാൻ വിരിയൊന്നും ഇല്ല കയ്യില്, ഒരു വിരി കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് വിരിയൊന്നുമില്ല, ആർക്കൊക്കെ എന്നൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ വിരി ഇല്ലാന്ന് പറഞ്ഞപ്പോ എങ്ങാണ്ടെന്ന് പോയി വിരി ഓടിച്ചു. ഞങ്ങളുടെ ക്യാമ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു, ഫോട്ടോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാട്ടോ, ഞങ്ങൾ വന്നു ക്യാമ്പിൽ കിടന്നു. ചോറും ഉണ്ടോന്ന് എനിക്കൊക്കെ ഞങ്ങളുടെ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഷുഗർ ഉള്ളതാ. ഞങ്ങള് ഷുഗർ ഗുളിയ, തൈറോയിഡിന്റെ, പ്രഷറിന്റെ, ഷുഗറിന്റെ എല്ലാ ഗുളിയ കഴിക്കണിയാ, കാലുവേദനയുടെ എല്ലാം ഗുളിയ കഴിക്കണതാ. അങ്ങനെ കഴിക്കണം. ഈ ഒരു പിടി ചോറും കൊണ്ടുവന്നു. അതിനകത്ത് ഒരു മുട്ടക്രൂസിന്റെ ഇല, ഒരു അച്ചാറിന്റെ ഒരു മാങ്ങാ കഷ്ണം. കൂലിപ്പണി എടുത്താണെങ്കിലും ഞങ്ങളുടെ വില്ലേജിലെ സന്തോഷ് സാർ അവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, സന്തോഷ് സാറ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ടി തന്നോണ്ടിരുന്നത്. സാറ് പോയപ്പോ ഞങ്ങളുടെ വെടിക്കെട്ട് തീർന്നു. ഞങ്ങളുടെ LDF-ന്റെ ആൾക്കാരും പോയപ്പോ വെടിക്കെട്ട് തീർന്നു. ഞാൻ പണിക്ക് പോയാനെ, ഉടുക്കാൻ തുണിയില്ലാത്താരനെ പഠിക്കുവാതിരുന്ന. അതിൽ വെള്ളം ഇറങ്ങുമ്പോ കയറി വന്ന് തേച്ചടി എടുത്താൽ പോരെ. എന്നല്ലേ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഇപ്പൊ എന്നാ പറയാനാ എനിക്ക് പറഞ്ഞ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ പിള്ളേരൊക്കെ എന്നെ വഴക്കുറിയാം. അതെ ഞാൻ മിണ്ടാണ്ടിക്കുക. ഒരു ഇത് തന്നെ നിങ്ങൾക്ക് എന്നെ രാത്രി നോക്കണ്ട. ഞങ്ങളൊക്കെ LDF-ന്റെ ആൾക്കാരാന്നറിയാം. കോൺഗ്രസിന് വോട്ട് ചെയ്യൂല, അത് വേറെ കാര്യം. എന്നാലും വരുമ്പോ അതിലൊക്കെ ഒരു നാട്ടിലെ ഒരു മഹിമയില്ലേപ്പാ, അതില്ല. വെള്ളം കയറിയാൽ ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾ പെട്ടുപോയി. ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി സർക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും പേടിയുണ്ടായിരുന്നു. സോപ്പോടി അടിക്കാനും 501 വാരിയിടും വാങ്ങി കൊടുക്കി. അങ്ങോട്ട് പതക്കട്ടെ, പത പോരാ. ചില അപാകതകളൊക്കെ ഉണ്ട് പതപ്പിക്കല്. ചോറ് കിട്ടുന്നുണ്ട് നല്ല പറഞ്ഞത്. അച്ചാറും മുട്ടക്കോസ് അല്ലേ, ക്യാബേജ്. അപ്പൊ അതിലേറെ വേണമെന്നാ പറയുന്നത്. പിന്നെ വിരിപ്പ് വാങ്ങിത്തന്നു അല്ലേ. അപ്പൊ വാങ്ങിക്കിട്ടണൊക്കെ ഉണ്ട്. CPM സർക്കാർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഉഷാറായിരുന്നു അല്ലേ. സോപ്പും പൊടി അടക്കം വാങ്ങി തന്നിന്ന്. വേറെ എന്തൊക്കെ വാങ്ങി തന്നിന്നു. ഞങ്ങളെ ഈ കഴിഞ്ഞ പ്രളയങ്ങളിലും കഴിഞ്ഞ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് ഇവിടുന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ദുരന്തം നടക്കുന്ന പ്രളയബാധിത മേഖലകളിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ ഒഴുകുകയായിരുന്നു. അവസാനം ഇത് കൊണ്ടുപോയി ഇറക്കി വെക്കാനും സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ വന്നിരുന്നു കേരളത്തിന്. അത് കേരളത്തിലെ നല്ല മനസ്സുകളുടെ സംഭാവനകളായിരുന്നു. അത് കേരള സർക്കാരിന്റെ സംഭാവനയായിരുന്നില്ല. ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആളുകൾ. അന്ന് അതിന് അടിച്ചു മാറ്റിയുന്ന ആളുകളെ പേരാണ് ഈ സഖാക്കൾ എന്ന് പറയുന്നത്. അതിന് മറ്റേ ദുരിതാശ്വാസ മേഖലയിൽ നിന്നും ഇവിടുന്നൊക്കെ ഡ്രസ്സുകളും വസ്ത്രങ്ങളും മറ്റേ ഭക്ഷണ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടുപോയിട്ട് പിടിച്ചിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കിട്ടിയിരുന്നല്ലോ. അത് സഖാക്കന്മാർ ആ രീതിയിലാണ്. പിന്നെ പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കേസ് നടക്കുന്നുണ്ടല്ലോ പല ഭാഗങ്ങളിൽ. അതൊക്കെ ചെയ്യുന്ന ആളുകൾ വരെയായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ നിങ്ങള് CPM-മാർ ചെയ്യുന്നില്ല? ഭരണം ഇല്ലാത്തതുകൊണ്ടാണല്ലേ. അപ്പൊ ജനങ്ങളെ സഹായിക്കാൻ ഭരണം വേണമെന്നുണ്ടോ? സർക്കാരിനാവണമെന്നുണ്ടോ? സർക്കാർ മാത്രമല്ലല്ലോ ഇത് ചെയ്യല്. കഴിഞ്ഞ പ്രളയബാധിത മേഖല പ്രളയ സമയങ്ങളിലൊന്നും ഒരു സർക്കാരിനെ ആരും കാത്തുനിന്നിട്ടില്ലല്ലോ. ജനങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നില്ലേ? എന്നാലും നിങ്ങൾക്ക് എന്താ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഡ്രസ്സുകൾ, എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ ഇവിടുന്ന് ഒഴുകിയെന്ന് ലോഡ് കണക്കിന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ വന്നിരുന്നത്. ഇതൊക്കെ മറന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങളെ ടീമിൽ നിങ്ങളെ പാർട്ടിയിൽ നല്ല നാടകക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അഭിനേതാക്കള്, ബിജിലി മോഹന്മാരൊക്കെ ഇഷ്ടം പോലെ വാഴുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. നിങ്ങൾ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. തന്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കും. ഇതൊന്നും പോരാ. UDF-നെ വട്ടാം, ഇതൊന്നും പോരാ. നിങ്ങൾ ഈ ആയുധങ്ങളൊന്നും പോരാ.
മനസ്സിലായില്ലേ